നമസ്കാരം. രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ ലക്കത്തിൽ വിശകലനം ചെയ്യുന്നത്. ആദ്യത്തേത് നമുക്ക് വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനമായിട്ടുള്ള ബ്ലൂം വെഞ്ചേഴ്സ് എന്ന സ്ഥാപനം പുറത്തുവിട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇന്ത്യയിലെ പല കാര്യങ്ങളെക്കുറിച്ച് ചെലവഴിക്കലിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെ ശരാശരി വരുമാനത്തിൻ്റെയും മറ്റെല്ലാ കാര്യങ്ങളെയും കുറിച്ച് നടത്തിയ ഈ പഠനം മറ്റു രാജ്യങ്ങളുമായി ഇന്ത്യയിലെ ജനങ്ങളുടെ സ്ഥിതിയെ തുലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ആസ്പെക്റ്റ് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ചെലവഴിക്കലിൻ്റെ കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാൻ കഴിയുന്ന 100 കോടിയിൽ പരം ജനങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം കഷ്ടിച്ച് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന നേരിയ വരുമാനം മാത്രമാണ് ഇന്ത്യയിലെ 100 കോടിയോളം വരുന്ന ആളുകൾക്കുള്ളതെന്നാണ് ബ്ലൂം വെഞ്ചേഴ്സിൻ്റെ ഈ പഠനത്തിൽ പറയുന്നത്. അതായത് 90% ഇന്ത്യക്കാർക്കും ജീവൻ നിലനിർത്തുന്നതിനുള്ള ഒരു അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള വരുമാനം മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയിലെ കൺസംഷൻ പാറ്റേണിനെ ഈ രീതിയിൽ നിലനിർത്തുന്നത് അല്ലെങ്കിൽ എല്ലാ രീതിയിലും ആവശ്യമായ സാധനങ്ങൾ വാങ്ങി ജീവിക്കാൻ കഴിയുന്ന 14 കോടിയോളം ആളുകൾ മാത്രമാണ് ഇന്ത്യയിലുള്ളതെന്നാണ് ഈ പഠനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് ഇന്ത്യയിലെ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ നിയന്ത്രിക്കുന്നത് കേവലം 14 കോടിയിൽ പരം വരുന്ന ആളുകൾ മാത്രമാണ്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനമായിട്ട് ഈ 100 കോടിയോളം ആളുകൾക്ക് കഷ്ടിച്ച് ജീവിച്ച് പോകാൻ കഴിയുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ദരിദ്രമായ ഒരവസ്ഥയെ ചെലവഴിക്കലിൻ്റെ കാര്യത്തിൽ വളരെ തുച്ഛമായ രീതിയിൽ ജീവിക്കുന്ന വളരെ പരിമിതമായ സാഹചര്യങ്ങളോട് ജീവിക്കുന്ന ഇന്ത്യക്കാരൻ്റെ അവസ്ഥ ഈ ബ്ലൂം വെഞ്ചേഴ്സിൻ്റെ പഠനം കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ പഠനത്തിൽ നിന്നും വ്യക്തമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നല്ല രീതിയിൽ ചെലവഴിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ഇന്ത്യയിൽ കൈകാര്യം ചെയ്യുന്നത് ജനസംഖ്യയുടെ കേവലം 10% വരുന്ന ആളുകൾ മാത്രമാണ് എന്നാണ്. അതായത് ദേശീയ വരുമാനത്തിൻ്റെ 57.7% കൈയാളുന്നത് 10% താഴെ വരുന്ന ആളുകളാണ്. 1990 ഈ 10% കൈയാളിയിരുന്നത് ദേശീയ വരുമാനത്തിൻ്റെ 34% 2024 ആയപ്പോൾ അത് 57.7% ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതേസമയം താഴെ തട്ടിലുള്ള 50% കണക്ക് നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അവർക്ക് 1990 ദേശീയ വരുമാനത്തിൻ്റെ 22.2% പങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ 50% പേർക്ക്, താഴെ തട്ടിൽ വരുന്ന 50% പേർക്ക്. എന്നാൽ അത് 2024 15% കുറഞ്ഞിരിക്കുകയാണ്. അതായത് വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലുള്ള ഒരു ഡിവൈഡ്, ഒരു അന്തരം വലിയ തോതിൽ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 10% ആളുകൾ ദേശീയ വരുമാനത്തിൻ്റെ 57.7% കൈയാളുമ്പോൾ 50% വരുന്ന താഴെ തട്ടിലുള്ള ആളുകളുടെ അവരുടെ പങ്കാളിത്തം 15% കുറഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ വലിയ തോതിൽ ദരിദ്രർ വർദ്ധിച്ചു വരുന്നു, വരുമാനമില്ലാത്തവരുടെ സംഖ്യ കൂടി വരുന്നു എന്നുള്ള വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ബ്ലൂം വെഞ്ചേഴ്സ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഉപഭോഗത്തിൻ്റെ കാര്യം ഒന്ന് എടുത്ത് പരിശോധിക്കാം. അങ്ങനെ പരിശോധിക്കുമ്പോൾ കാണുന്നൊരു സ്ഥിതി ഇന്ത്യ ചൈനയേക്കാൾ 13 വർഷം പിന്നിലാണെന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. 2010 കണക്കെടുക്കുമ്പോൾ ചൈനക്കാരൻ്റെ പ്രതിശീർഷ ചെലവഴിക്കൽ പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് $1,597 ആയിരുന്നു. അതായത് 2010. എന്നാൽ 2023 എത്തുമ്പോൾ ഇന്ത്യക്കാരൻ്റെ പ്രതിശീർഷ ചെലവഴിക്കൽ കേവലം $1,493 മാത്രമാണ്. അതാണ് സ്ഥിതിവിശേഷം. അപ്പോൾ ഇന്ത്യയുടെ ചെലവഴിക്കലിൻ്റെ തോത് അല്ലെങ്കിൽ പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ചൈനയുടെ പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചറിനേക്കാൾ 13 വർഷം നമ്മൾ പിന്നിലാണ്. 2023 നമ്മുടെ ചെലവഴിക്കൽ 2010 തന്നെ ചൈനക്കാരൻ ശരാശരി
തോതിൽ നിർവഹിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 100 കോടിയിൽ പരം ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ മാത്രം, അത്യാവശ്യത്തിനുള്ള ജീവൻ നിലനിർത്താനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. 10% മുകൾ തട്ടിൽ നിൽക്കുന്ന 10%-ത്തിൻ്റെ കയ്യിലാണ് വരുമാനത്തിൻ്റെ വലിയ തോതിലുള്ള പങ്ക് കൈയാളാൻ കഴിയുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ പ്രകടമായി വരുന്ന ഒരു ദരിദ്രരും ധനവാന്മാരും തമ്മിലുള്ള ആ വിടവ്, ആ ഡിവൈഡ് കൂടി വരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ബ്ലൂം വെഞ്ചേഴ്സിൻ്റെ ഈ കണക്ക് വ്യക്തമാക്കുന്നത് ശരാശരി ഇന്ത്യക്കാരുടെ അവസ്ഥ പരമദയനീയമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കേവലം ജീവിക്കാൻ പോലും നിർവാഹമില്ലാത്ത, അരിഷ്ടിച്ച് ജീവിക്കാൻ മാത്രം കഴിയുന്ന 100 കോടിയിൽ പരം ആളുകളാണ് ഇന്ത്യയിലുള്ളത് എന്നാണ് ഈ അതിശയിപ്പിക്കുന്ന ഒരു കണക്കാണ്, അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കണക്കാണ് ഈ ബ്ലൂം വെഞ്ചേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനിയൊരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ്. അവർ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യക്കാരുടെ ടൈം യൂസ് സർവേ ആണ്. ഓരോ ഇന്ത്യക്കാരനും അവരുടെ സമയം, ഒരു ദിവസത്തെ സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ടൈം യൂസ് സർവേ ആണ് ഈ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത്. 2024 വിവരങ്ങൾ വെച്ചാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ടൈം യൂസ് സർവേ പുറത്തു വന്നിട്ടുള്ളത്. 2019 ആദ്യമായി ടൈം യൂസ് സർവേ എന്ന പേരിലുള്ള ഒരു അന്വേഷണം ഇത്തരത്തിൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് തുടങ്ങിയത്. ഇപ്പോൾ ഈ 2024 ടൈം യൂസ് സർവേ പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ പണിയെടുക്കുന്ന സമയം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കം, ഭക്ഷണം കഴിക്കൽ, വ്യായാമം, വിനോദം അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള സ്വകാര്യമായിട്ടുള്ള ടൈം ചെലവഴിക്കൽ, അതിനുള്ള സമയം ചെലവഴിക്കുന്ന തോത് കുറഞ്ഞു വരുന്നു എന്നാണ് ഈ ടൈം യൂസ് സർവേ കാണിക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ 11 വയസ്സിനും 51 വയസ്സിനും ഇടയിലുള്ള ആളുകളുടെ, പ്രായമുള്ളവരുടെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ അവരുടെ ഒരു ദിവസത്തെ സമയത്തിൻ്റെ 75% തൊഴിലും അല്ലെങ്കിൽ വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള തൊഴിലും അടക്കമുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. 2019 ഈ ടൈം യൂസ് സർവേ ആരംഭിക്കുന്ന വർഷത്തിൽ അത് 70.9% അതിൽ നിന്ന് ഉയർന്ന് 75% സമയവും ജോലി സംബന്ധവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായി ചെലവഴിക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഇന്ത്യയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന സമയം ഏതാണ്ട് 4% ഉയർന്ന് 440 മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം വീട്ടുകാര്യങ്ങൾക്കും സ്വന്തം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ള സമയം ചെലവഴിക്കൽ നോക്കുമ്പോൾ അത് 2% ഇടിഞ്ഞിരിക്കുന്നു. അത് 129 മിനിറ്റിലേക്കാണ് താഴ്ന്നിരിക്കുന്നത്. അപ്പോൾ ഒരേ സമയം പണിയെടുക്കുന്ന സമയം വർദ്ധിക്കുന്നു, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കും വീട്ടുകാര്യങ്ങൾക്കും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിന് വിനിയോഗിക്കുന്നതിനുള്ള സമയം കുറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ശരാശരി ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ തൊഴിലിൽ കൂടുതൽ സമയം ചെലവഴിച്ച് അത് ജീവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വരുമാനത്തിന് വേണ്ടി കൂടുതൽ സമയവും, ദിവസത്തിൻ്റെ കൂടുതൽ സമയവും തൊഴിലും അനുബന്ധ കാര്യങ്ങൾക്കുമായി ചെലവഴിക്കുന്നൊരു സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്കാണിത്. ഇത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമ്മുടെ രാജ്യത്ത് തൊഴിൽ സമയം കുറവാണ്. 70 മണിക്കൂറും 90 മണിക്കൂറും ഒക്കെ ജോലി ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഓരോ ഇന്ത്യക്കാരനും വരണം. എങ്കിലാണ് രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഞായറാഴ്ച കൂടി ജോലിയെടുക്കണം, അവധി എടുക്കാതെ ജോലിയെടുക്കണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ കൗതുകകരമായ ഒരു കാര്യം കൂടി ഈ സർവേയിൽ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ശരാശരി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലെ മുതിർന്ന അംഗങ്ങളുടെ കാര്യങ്ങളൊന്ന് നോക്കാൻ ശരാശരി ലഭിക്കുന്നത് 75 മിനിറ്റിൽ താഴെ സമയമാണ് എന്നാണ് ഈ ടൈം യൂസ് സർവേ പറയുന്നത്. ഈ 2 സർവേകളും നമ്മളിവിടെ വിശകലനം ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കൂടുതൽ സമയം ജോലി ചെയ്തിട്ടും വരുമാനം ഉയരുന്നില്ല, ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ച് എന്നതിനുള്ള വരുമാനത്തിലേക്ക് 100 കോടിയിൽ പരം ആളുകൾക്ക് ഇന്ത്യയിൽ കഴിയാതെ പോകുന്നു. മിനിമം ആവശ്യങ്ങൾ, അതായത് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള
ആ സാധനങ്ങൾ വാങ്ങുന്നതിന് പോലും വേണ്ടി ഇന്ത്യക്കാരൻ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ഈ ടൈം യൂസ് സർവേയും ബ്ലൂം വെഞ്ചേഴ്സിൻ്റെ ഈ സർവേയും ചൂണ്ടിക്കാണിക്കുന്നത്. നന്ദി, നമസ്കാരം.